ഹലോ നമസ്കാരം എല്ലാവർക്കും ജസ്റ്റിൻ ഫോട്ടോഗ്രാഫിയുടെ കിങ്സ് ഓഫ് ഇമേജിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ന്യൂസിലാൻഡിലെ ഒരു ചെറിയൊരു ബൊട്ടാണിക്കൽ ഗാർഡനിലാണുള്ളത്. ഇവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ എന്താ പറയുക മരങ്ങളുടെ പേരോ അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ഒന്നും ഒരുപാടൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഒരു കുഞ്ഞു ഗാർഡനാണ്. ഇതിൻ്റെ അകത്ത് മൊത്തം കാട് പോലെയാണ് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഈ നാട്ടിലൊക്കെ കണ്ട് പരിചയമുള്ള കൊട്ട് ബൊട്ടാണിക്കൽ ഗാർഡൻസ് ലൈക്ക് ഊട്ടിയിലെയോ ഇല്ലെങ്കിൽ ബാംഗ്ലൂരത്തെയോ അങ്ങനത്തെ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു സെറ്റപ്പ് ഇവിടെ കാണുന്നില്ല. മൊത്തത്തിൽ കാട് പോലെ ഒരു സെറ്റപ്പാണ്. പക്ഷേ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്കിങ്ങനെ മുന്നോട്ട് നമുക്ക് വണ്ടി ഓടിച്ചു പോകും. ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെ വണ്ടി ഫുൾ ഇങ്ങനെ കയറി വരാൻ വേണ്ടി വണ്ടി ഓടിച്ച് വരാനുള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ച് പോകും. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും നിർത്താൻ പറ്റുവാണെങ്കിൽ ഇറങ്ങാം. ഇത് ക്ലൈമറ്റ് അത്ര പ്ലസൻ്റ് ഒന്നും അല്ല, അതുകൊണ്ട് ചെറിയൊരു മൂടലുണ്ട്. സ്റ്റിൽ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇത് വൈപ്പാഹികി ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് ടോപ്പോയിലാണ്. ഈ പോകുമ്പോൾ നമ്മൾ ഈ സൈഡിൽ കാണുന്നത് മൊത്തം നമ്മുടെ സിൽവർ ഫേൺ, പിന്നെ ഇവിടുത്തെ ടോങ്ക അങ്ങനത്തെ മരങ്ങളൊക്കെയാണ്. ഒരു ഭീകരമായ കാട്ടിക്കൂടെ പോകുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ. ഫുൾ ഡാർക്കാണ്. പിന്നെ അതേപോലെ ഇതിൻ്റെ അകത്തുള്ള വണ്ടി ഓടിക്കുമ്പം ഇരുട്ടാണെങ്കിൽ ഇരുട്ടല്ലെങ്കിലും സ്പീഡ് ലിമിറ്റ് 20 അങ്ങനെ എന്താ കണ്ടാ തന്നേക്കുന്നത്. അതേപോലെ 15 കറക്റ്റ്, സോറി. പിന്നെ അതേപോലെ നമ്മൾ ഹെഡ്ലൈറ്റ് ഇട്ട് വേണം വണ്ടി ഓടിക്കാൻ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അകത്തുള്ള ആൾക്കാർ നടക്കുന്നതാണ്. ഇതൊരു വാക്കിംഗ് ട്രാക്ക് കൂടിയാണ്. അപ്പോൾ നമ്മൾ ആൾക്കാരുടെ സേഫ്റ്റിയും കൂടെ മാനിച്ച് പയ്യെ വേണം വണ്ടി ഓടിക്കാൻ. പ്ലസ് ലൈറ്റ് ഇടണം ഇൻ കേസ് വണ്ടി കാണാതിരിക്കരുത് എന്നുള്ള കാരണം കൊണ്ട്. ഈ സൈഡിൽ കാണുന്നതൊക്കെയാണ് നമ്മുടെ ന്യൂസിലാൻഡിൻ്റെ തനതായ ചെടികൾ. നമ്മൾ ന്യൂസിലാൻഡിനെ കുറിച്ച് എവിടെയെങ്കിലൊക്കെ ന്യൂസിലാൻഡിൻ്റെ വീഡിയോസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ അകത്ത് കാണാം ഒരുപാട് സിൽവർ ഫേൺ. പിന്നെ ന്യൂസിലാൻഡിൻ്റെ ഔദ്യോഗിക ചെടി തന്നെ ഈ സിൽവർ ഫേൺ ആണ്. ഈ സിൽവർ ഫേണൊക്കെയാണ് ഈ സൈഡിൽ കൂടെ കാണുന്നത്. നമ്മുടെ നാട്ടിലെ പന്നൽ, നമ്മുടെ നാട്ടിൽ പന്നൽ എന്നല്ല പറയുന്നത്, അതാണ് ഈ കാണുന്ന ചെടികൾ. നൈസാണ്. ഒരു നല്ല അറ്റ്മോസ്ഫിയറാണ് ഇതിൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയിട്ടാണെങ്കിൽ നമുക്ക് അവിടുത്തെ ലേക്ക് കാണാൻ പറ്റും. സ്പ്രിംഗ് ടൈമിൽ നല്ല അതിമനോഹരമായിരിക്കും. ഇതിൻ്റെ ഒരുപാട് ചെടികൾ പൂക്കുന്ന ഒരുപാട് ചെടികളുണ്ട്. അതൊക്കെ നല്ല പൂക്കളിട്ട് നിൽക്കുമായിരിക്കും. നല്ല രസമാണ് കാണാൻ വേണ്ടി. പിന്നെ ഒരു പ്രത്യേക സുഖമാണ്. പക്ഷെ മൊത്തം കാടാണ്. ഇപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മൊത്തം കാട് തന്നെയാണ്. പിന്നെ വെറുതെ ബോറടിച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യും. ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അതിമനോഹരമായ സ്ഥലങ്ങൾ. ഇങ്ങനെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ നടന്ന് വരാൻ വേണ്ടി നല്ല സുഖമാണ്. നല്ല തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതിലൊക്കെ കാണാം വഴി, ഇങ്ങനെ നടക്കാനുള്ള വഴികൾ. ഈ കാട്ടിക്കൂടി ഇങ്ങനെ നടന്നു പോകാം. ഇതിൻ്റെ അകത്ത് സൈക്കിൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലൂപ്പിൻ്റെ നമ്പർ അല്ല, ലൂപ്പിൽ എത്ര മീറ്റർ നീട്ടമുണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഏതോ ഒരു ജന്തുവിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. ഇതാണ് ആ സെറ്റപ്പ്. നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെയുണ്ട്. ഇവരൊക്കെ ഞങ്ങളിവിടെ വണ്ടി നിർത്തി വെച്ച് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതായത് ഒരു ഗ്രൗണ്ട് പോലത്തെ. അവിടെ ആൾക്കാരൊക്കെ നമ്മുടെ ടൗണിൽ നിന്ന് നമ്മുടെ ടോപ്പോയിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരുടെ ബർത്ത്ഡേ പാർട്ടികൾ നടത്താനൊക്കെ ഇവിടെ വരാറുണ്ട്. ഇവിടെ ഒരു ഫാമിലി ഇരിപ്പുണ്ട്. അവരിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനത്തെ ചെറിയ പരിപാടികൾ. ഇത് കുഞ്ഞൊരു പുൽമൈതാനോ. പിന്നെ അത്യാവശ്യം നല്ല ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി നല്ല ലൊക്കേഷനാണ്. അത്യാവശ്യം നല്ല ഫോട്ടോയൊക്കെ എടുക്കാം. നല്ല പച്ചപ്പ് ഹരിതാവും. കണ്ടില്ലേ എന്ത് ഭംഗിയാന്നൊക്കെ. ഒരു മഞ്ഞ മരം കണ്ടോ. ഇവിടെ ഇപ്പോൾ ഓട്ടമാണ്. നല്ല രസത്തിൽ നിൽപ്പുണ്ട്. മരത്തിൻ്റെ അല്ല ഫുള്ള്. ഇവിടെ കുറെ മരങ്ങൾ വരും. അടുത്തൊരു ഇതാണ് ഇവിടുത്തെ
ബൊട്ടാണിക്കൽ ഗാർഡനിലെ ആ ഒരു സെറ്റപ്പ്. ഈ താഴെ കാണുന്ന വഴിയില്ലേ, അതാണ് ഫ്ലോറൽ വാക്ക്. ഇപ്പോൾ ഫ്ലോറലൊന്നും ഇല്ല, ഐ മീൻ പൂക്കളൊന്നും ഇല്ല, പക്ഷെ ഇതാണ് അതിൻ്റെ ഫ്ലോറൽ വാക്ക്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പൂക്കളുള്ള കാലത്തൊക്കെ നല്ല പൂക്കളുണ്ടാവും. ഇപ്പോൾ എന്തോ തൽക്കാലം പൂക്കളൊന്നും ഇല്ല, കാരണം ഈ വിൻ്റർ ടൈം ആയി തുടങ്ങി. വിൻ്റർ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ പൂക്കളൊന്നും ഉണ്ടാവില്ല. ഇതാ ഒരു മരം, ഏതോ ഒരു മരം ചെറുതായിട്ടൊന്ന് പൂത്തിട്ടുണ്ട്, കണ്ടോ? ചെറിയൊരു പൂവുണ്ട്, രസമുണ്ട് കാണാൻ വേണ്ടി. ചെറിയ ബ്ലോസം പോലത്തെ ഒരു പൂവ്. ഇവിടുത്തെ ഈ മരങ്ങളുടെയൊക്കെ കളറ് ഇങ്ങനെ തന്നെയാണ്. അത് ഫുൾ ടൈം ഇതേ കളർ തന്നെയാണ്, ലൈറ്റായിട്ടൊരു മഞ്ഞ കളർ. അത് ഇല പൊഴിയുന്ന മരമൊന്നുമല്ല. നല്ല നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒന്ന് കറങ്ങിത്തിരിഞ്ഞ് അതിൻ്റെ അകത്തോടൊക്കെ ഒന്ന് കറങ്ങി ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങി. ഇതാണ് അങ്ങോട്ടേക്ക് വെച്ചേക്കുന്നൊരു ഗേറ്റാണ്, ചെറിയൊരു ഗേറ്റാണ്. അപ്പം നേരെ ഇവിടുന്ന് വളച്ചു കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. സോ വേണ്ടേ, ഇതാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഏറ്റവും ആകർഷകമായ സ്ഥലം. നല്ല രസമുണ്ട് അല്ലേ. ഇവിടെ കയറുമ്പോൾ ഒരു പ്രത്യേക മഞ്ഞപ്പാ, രസമുണ്ട്. നൈസ് പ്ലേസ്. എന്ത് രസമാണ് ഇവിടെ കാണാൻ വേണ്ടി. ഇതാണ് മരങ്ങള്, പൂക്കൾ നിൽക്കുന്ന നല്ല കണിക്കൊന്ന നിൽക്കുന്ന പോലെ ഉണ്ട്. സത്യം പറഞ്ഞത് കണിക്കൊന്നയല്ല, ഇതൊരു ഇലകളാണ്. ഇവിടെ ഇങ്ങനെ പല പോസും കൊടുത്ത് നിൽക്കുന്നു. നൈസ്, ഒന്നും പറയാനില്ല, വളരെ മനോഹരം, അതിമനോഹരം. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഇതാണ് ന്യൂസിലൻഡിന്റെ ഭംഗി, ഈ സാധനം. അടുത്ത പരിപാടി വീണ്ടും ശ്രദ്ധിക്കുമ്പോഴേക്കും പണിയത്തിരി ഒതുങ്ങ സന്ദേശിച്ച് ഫോട്ടോഗ്രാഫി. ബൈ, സീ യു.